ചോക്ലേറ്റ് ഇഷ്ടമല്ലാത്തവരായി ആരാണുള്ളത്? ചോക്ലേറ്റ് കൊണ്ടുള്ള കേക്ക്, കപ്പ് കേക്ക്, ഐസ്ക്രീം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാവിൽ വെള്ളമൂറാറുണ്ടല്ലേ? ഇതുപോലെ ചോക്ലേറ്റ് കൊണ്ടുള്ള നല്ലൊരു സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഗണാഷിൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ചില ടിപ്സുകൾ ഉപയോഗിച്ചാൽ നല്ല റിച്ചായിട്ടുള്ള ഗ്ലോസി ആയിട്ടുള്ള ഗണാഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശ്രദ്ധയോടെ കേൾക്കണേ. ഗണാഷ് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും ഉപയോഗിക്കുന്ന 2 ഇൻഗ്രീഡിയൻസുകളാണ് ഫ്രഷ് ക്രീമും ചോക്ലേറ്റ്സും. ചോക്ലേറ്റ് സാധാരണയായി കോമ്പൗണ്ട് ചോക്ലേറ്റാണ് ഉപയോഗിക്കുന്നത്. മിൽക്ക്, ഡാർക്ക്, വൈറ്റ് എന്നിങ്ങനെ വിവിധ ഫ്ലേവറുകളിൽ നമുക്ക് ചോക്ലേറ്റ്സ് ലഭ്യമാണ്. ചോക്ലേറ്റ് സാധാരണയായി നാം വളരെ തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോഴാണ് വളരെ എളുപ്പത്തിൽ ചോക്ലേറ്റ് മെൽറ്റാവുന്നത്. ചിലർക്കൊക്കെ ഗണാഷ് തയ്യാറാക്കുമ്പോൾ പലപ്പോഴും കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചർ ലഭിക്കാറില്ല. ഇതുപോലെ കട്ട കെട്ടിയോ അല്ലെങ്കിൽ പിരിഞ്ഞോ ഇരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. ഇത് പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ചോക്ലേറ്റ് എടുക്കുന്ന ബൗൾ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. ഓയിൽ കണ്ടൻറ്റോ വാട്ടർ കണ്ടൻറ്റോ പാടില്ല. മാത്രമല്ല, ഫ്രഷ് ക്രീം ചോക്ലേറ്റിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് നാം ഫ്രഷ് ക്രീം ചൂടാക്കുമ്പോൾ ഒരിക്കലും തിളയ്ക്കാൻ പാടുള്ളതല്ല. അരികു മാത്രം ചെറുതായി തിള വരുമ്പോൾ നാം ഓഫ് ചെയ്തതിന് ശേഷം ക്രീം ചോക്ലേറ്റിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ചോക്ലേറ്റും ഫ്രഷ് ക്രീമും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് വരുന്ന രീതിയിൽ സ്പാച്ചുല കൊണ്ട് ചെറുതായി ഇളക്കുകയാണ് നാം ചെയ്യുന്നത്. ഇനി നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് നല്ല ഗ്ലോസി ആകുന്നതിനുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം. നിശ്ചിത അനുപാതത്തിൽ ബട്ടർ, അതുപോലെ തന്നെ ലിക്വിഡ് ഗ്ലൂക്കോസ് ഇവ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ ഷൈനിയായ ഗ്ലോസിയായ ചോക്ലേറ്റ് ഗണാഷ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഗണാഷിനെ നാം ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ഇങ്ങോട്ടൊന്ന് നോക്കി, എന്ത് ഗ്ലോസി ആയിട്ടുള്ള ഷൈനി ആയിട്ടുള്ള ഒരു ഗണാഷാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ നാം ഉപയോഗിക്കുന്ന ക്രീമിലും അതുപോലെ തന്നെ ചോക്ലേറ്റിലും അതിൻ്റെ അനുപാതത്തിൽ വ്യത്യാസം വരുത്തിയാൽ പല കൺസിസ്റ്റൻസിയിലുള്ള ചോക്ലേറ്റ് ഗണാഷ് നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ലൂസ് കൺസിസ്റ്റൻസി തൊട്ട് തിക്ക് കൺസിസ്റ്റൻസിയിൽ വരെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ചോക്ലേറ്റ് ഗണാഷ് ഉപയോഗിച്ച് നമുക്ക് കേക്കിൻ്റെ മുകളിൽ പല പല നോസിലുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സും അതുപോലുള്ള മറ്റു പല ഡെക്കറേഷൻസും നമുക്ക് ചെയ്ത് കേക്ക് മനോഹരമാക്കാൻ സാധിക്കും. കൂടാതെ കേക്ക്, കപ്പ് കേക്ക്, ഐസ്ക്രീം ഇവയുടെ മുകളിൽ ചോക്ലേറ്റ് ഡ്രിപ്പായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ മനോഹരമായിട്ടുള്ള ചോക്ലേറ്റ് വിഭവങ്ങൾ നമുക്ക് നമ്മുടെ സ്വന്തം അടുക്കളയിൽ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വിഭവമായി വീണ്ടും കാണാം.